AICC യോഗത്തിൽ നിന്ന് കെ സുധാകരൻ വിട്ടുനിൽക്കും. തിരുവനന്തപുരത്തുള്ള സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങും. VM സുധീരൻ, കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഈ നേതാക്കൾ പങ്കെടുക്കാത്തതിന് പ്രത്യേകമായി എന്തെങ്കിലും കാരണം പറയാൻ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ? നിഷാദ്, ഇന്ന് വൈകുന്നേരം 4:30 AICC വിളിച്ച യോഗം ഡൽഹിയിൽ ചേരാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ പുതിയ KPCC അംഗങ്ങൾ, അതായത് പുതിയ KPCC പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ കൺവീനറായ MM ഹസൻ അടക്കമുള്ളവരും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ചില നേതാക്കൾ ഇപ്പോൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അത് മുൻ KPCC പ്രസിഡന്റായ സുധാകരൻ, അതുപോലെ തന്നെ മുൻ KPCC പ്രസിഡന്റുമാരായ VM സുധീരൻ, അതുപോലെ തന്നെ മുല്ലപ്പള്ളി അടക്കമുള്ളവരാണ് ഇപ്പോൾ പങ്കെടുക്കാതിരിക്കുന്നത്. ശക്തമായ അതിർത്തി KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിട്ടുനിൽക്കലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സുധീരനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് സുധീരന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം. ഇന്നലെ മാത്രമാണ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ലഭിച്ചതെന്നായിട്ടാണ് സുധീരൻ ഒരു വിശദീകരണം നൽകുന്നത്. എന്തായാലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ അതിർത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സുധാകരനെ മാറ്റിയതിന് പിന്നാലെ അദ്ദേഹത്തിന് പ്രവർത്തക സമിതിയിൽ സ്ഥിര ക്ഷണിതാവായിട്ടൊരു സ്ഥാനം AICC നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ താൻ സംതൃപ്തനല്ല എന്ന് തന്നെയാണ് സുധാകരന്റെ ഈ നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് 4:30 ഈ യോഗം ചേരാൻ പോകുന്നത്. മറ്റ് നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ പുതിയ KPCC അംഗങ്ങൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. സണ്ണി ജോസഫ് അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടിയിൽ യാതൊരുവിധ അതിർത്തിയുമില്ല, അതുപോലെ തന്നെ പ്രശ്നങ്ങളുമില്ല. സുധാകരൻ തന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് തന്നെ ഡൽഹിയിലേക്ക് അയച്ചതായിരുന്നു സണ്ണി ജോസഫിന്റെ ഒരു പ്രതികരണം വന്നത്. അതുപോലെ തന്നെ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് AICC നേതൃത്വത്തെ അറിയിക്കട്ടെ എന്നതായിരുന്നു അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മുൻ കൺവീനർ MM ഹസൻ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയിക്കാതെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഈ സ്ഥാനത്തിൽ നിന്ന് മാറ്റിയെന്നൊരു അതിർത്തി MM ഹസനും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഒരു വിഭാഗം നേതാക്കൾ ഇത്തരത്തിൽ സണ്ണി ജോസഫിനെയും അതുപോലെ തന്നെ കൺവീനറുടെ അടക്കം മുൻകൂട്ടി അറിയിക്കാതെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ അതിർത്തി അടക്കം AICC നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യോഗം നടക്കാൻ പോകുന്ന ഇത്തരത്തിൽ യോഗം നടക്കാൻ പോവുകയെ ഈ മുതിർന്ന നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. കെ സുധാകരൻ, അതുപോലെ തന്നെ സുധീരൻ, അതുപോലെ തന്നെ മുല്ലപ്പള്ളി, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് ഇന്ന് 4:30 AICC വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. മുതിർന്ന നേതാക്കൾ കെ സുധാകരൻ അടക്കമുള്ള ആളുകളെ AICC ഇന്ന് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതിർത്തി തന്നെയാണ് കാരണമെന്ന് സ്വാഭാവികമായി വിചാരിക്കണം. ആർക്കും അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്.